നല്ല സിനിമയാണ്. എങ്ങനെയുണ്ട് ദിലീപ്? എങ്ങനെയുണ്ട്? ഒറിജിനൽ സ്റ്റോറി ആയിരുന്നു. നല്ല സൂപ്പർ പടം. നല്ലതാണല്ലേ? ആരും നല്ല അഭിനയിച്ചാണ്. ദിലീപാണ് അതിലെ എല്ലാ ഇഷ്ടപ്പെട്ടു. കഥയാണോ നല്ലത് അതോ ദിലീപിന്റെ അഭിനയമാണോ? അതാണ് അടിപൊളിയായിരുന്നത്. ആരാ നന്നായിരുന്നത്? കുഴപ്പമില്ല, ദിലീപിന്റെ അഭിനയം. പക്ഷേ ദിലീപിന്റെ കോമഡി ക്യാരക്ടറാണ് ഞങ്ങൾക്ക്. നമുക്ക് അതാണ് കുറെ സിനിമകൾ ചെയ്തു വെച്ചിട്ടുള്ളതുകൊണ്ട് ഇവര് ശ്രദ്ധിച്ചത്. അതുകൊണ്ട് തന്നെ ഈ തങ്കമണി എന്നുള്ള ആ സംഭവം ഉണ്ടല്ലോ, ആ സംഭവത്തെ പറ്റി അവർ കൂടുതൽ നമുക്കറിയാം എന്ത് സംഭവം എന്നുള്ളത്. പക്ഷെ ആ സംഭവത്തെ പറ്റി കൂടുതൽ സംസാരിച്ചിട്ടില്ല. അതിനേക്കാൾ വേറെ കുറേ കാര്യങ്ങൾക്കും ആക്ഷൻ സീൻസിനൊക്കെയാണ് പ്രാധാന്യം കൊടുത്തത്. പിന്നെ ആക്ഷൻ സീൻസൊക്കെ ഭയങ്കര ബ്രൂട്ടലാണ്. ഈ സ്ത്രീകൾക്കൊക്കെ കാണാൻ പറ്റുന്ന എനിക്കറിയാം, അത്രയും ബ്രൂട്ടലായിട്ടുള്ള ആക്ഷൻ സീൻസാണ് അത് കാണിച്ചിരിക്കുന്നത്. കാഴ്ചക്ക് എന്ത് പ്രോബ്ലം ഉണ്ടോ? ഞാൻ വിഷ്വലി ടോട്ടലി അല്ല, പാർഷ്യലി ബ്ലൈൻഡ് ആണ്. ദിലീപേട്ടൻ്റെ ഫാനാണോ? ദിലീപേട്ടൻ്റെ അതെ. പേരെന്താ? ഇത് ജയ്പിൻ്റെ ആണ്. എവിടുന്നാ? ഞാൻ എറണാകുളത്താണ്. എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. ജയ്പിൻസ് ലൈറ്റ്. ദിലീപിന്റെ അഭിനയമാണ്, സ്ക്രിപ്റ്റാണ്, ഏതാ നല്ല ഡയറക്ഷൻ, ഏതാ നല്ലത്? എല്ലാം നന്നായിട്ടുണ്ട്. ആക്ഷനൊക്കെ നല്ല ആക്ഷനൊക്കെ നന്നായിട്ടുണ്ട്. ദിലീപ് ഇഷ്ടപ്പെട്ടു. ദിലീപിന്റെ അഭിനയം നന്നായിട്ടുണ്ട്. സ്ക്രിപ്റ്റ് കാര്യങ്ങളെല്ലാം നല്ല അടിപൊളിയാണ്. നല്ല വർക്കൗട്ട് ആയിട്ടുണ്ട്. ഗംഭീരമായിട്ട് ഒരു ബാറ്റയ്ക്ക് ശേഷം ബാറ്റയ്ക്ക് എനിക്ക് എത്രയും ഇത് തോന്നിയില്ല. പക്ഷേ ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഗംഭീരമായ സിനിമയാണ്. ദിലീപേട്ടൻ്റെ അഭിനയം എന്ന് പറഞ്ഞാൽ നമ്മൾ പലയിടത്തും നമുക്ക് രോമാഞ്ചം വരുന്നത് ആ ഒരു ഫീലിങ്സ് ഉണ്ട്. ദിലീപേട്ടനെ കാസ്റ്റ് ചെയ്ത് എന്തുകൊണ്ട് നന്നായി സീരിയസ്ലി നന്നായിട്ടുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് സങ്കടം വരുന്നത് വെച്ചാൽ നിഷ്കളങ്കനായ ഒരു വ്യക്തി ആ ഒരു ഇതാണ് ആ ഒരു സിനിമയുടെ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, അത്രയും നമ്മുടെ ഈ ഇപ്പോഴത്തെ സമൂഹത്തിൽ നടക്കുന്നത് കിട്ടിയവനെ കിട്ടിയില്ലെങ്കിൽ അല്ല കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ കുറിച്ച് ഇതാക്കുന്ന ആ ഒരു സമ്പ്രദായം നല്ല രീതിയിൽ ചെയ്തു. പിന്നെ ആർട്ട്, ഡയറക്ഷൻ, ക്യാമറ ഇത് എടുത്ത് പറയേണ്ട കാര്യമാണ്. ഇവരുടെ സ്റ്റണ്ടൊക്കെ എടുത്ത് പറയേണ്ട കാര്യമാണ്. അടിപൊളി സിനിമയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണാം. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് നമ്മൾ അല്ലാതെ ഒടിയിൽ കാണുന്ന പോലെ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഏറ്റവും നല്ലത്. കാരണം ആ സ്റ്റണ്ട് രംഗങ്ങളുടെ സൗണ്ട് നമുക്ക് അത്രയും കേൾക്കാൻ പറ്റുന്നത് തിയേറ്ററിൽ തന്നെ. അതർ ക്യാരക്ടേഴ്സിനെ പറ്റിയാണ് അത് എനിക്ക് നായികയുടെ അഭിനയിച്ച് അതിന് നല്ല അഭിനയമാണ് ചെയ്യുന്നത്, നല്ല കാര്യം. പക്ഷേ ലാസ്റ്റായിട്ട് നമുക്ക് നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു സാധനമാണ് അതിന് ആ ഡയറക്ടർക്ക് വലിയൊരു കയ്യടി തന്നെ കൊടുക്കണം. അത്രയും അതുമാത്രം സ്റ്റോറി അത് ഈ തങ്കമണി പോലുള്ള ഒരു സ്ഥലം നമുക്ക് പോലെ അറിയില്ല. ഈ സിനിമ വന്നതിന് ശേഷമാണ് ഈ ഒരു സംഭവം ഉണ്ടല്ലോ എന്ന് നമുക്ക് മനസ്സിലായി. എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണുന്ന സിനിമയാണ്. ദിലീപേട്ടൻ അടിപൊളിയാണ്. എല്ലാവരും ദിലീപേട്ടൻ അടിപൊളിയാണ്. ഒത്തിരി നന്നായിട്ടുണ്ട്. മൂവി സൂപ്പറായിട്ടുണ്ട്. പിന്നെ ദിലീപേട്ടൻ്റെ ക്യാരക്ടർ ഒരു ഭയങ്കര ഡിഫറെൻറ്റ് ക്യാരക്ടറാണ്. രണ്ട് ടൈപ്പിലുള്ളതും, ലൈക്ക് ആദ്യം പഴയ കാലത്തെയും പിന്നെ ഏജ്ഡ് ആയിട്ടുള്ള ഇതും വളരെ നന്നായിട്ടുണ്ട്. പിന്നെ ഫ്ലാഷ് ബാക്ക് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കരഞ്ഞു പോകും. അതുപോലത്തെ ഒരു സീനാണ്. പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പം ഇതൊരു തിരിച്ചുവരവാണെന്ന് തോന്നുന്നു. പഴയ കാലഘട്ടങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? പല കാലങ്ങളിലൊക്കെ നല്ല സൂപ്പറായി എടുത്തിട്ടുണ്ട്. അതേ റിയാലിറ്റിയിലും ഒക്കെ നന്നായി എടുത്തിട്ടുണ്ട്. അടിപൊളിയാണ്. എല്ലാം നന്നായി പെർഫോം ചെയ്തു. പക്ഷെ ദിലീപേട്ടൻ്റെ പ്രത്യേകത തോന്നുന്നു. നായികമാരും എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം നന്നായി ചെയ്തു, സൂപ്പറായി ചെയ്തു. വളരെ നന്നായി ഓടുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. തമിഴിൽ നിന്ന് ആക്ടേഴ്സ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? എന്തോ തമിഴിൽ നിന്ന് ആക്ടേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം നന്നായി ചെയ്തു, സൂപ്പറായി ചെയ്തു. സിനിമ കണ്ടിട്ട് ഇറങ്ങിയോളൂ അല്ലേ? എന്തോ സിനിമ കണ്ടിട്ട് ഇറങ്ങിയോളൂ. സിനിമ ഇപ്പം ഇറങ്ങിയോളൂ. താങ്ക് യു. ആ കഥാപാത്രത്തിൻ്റെ കഥ എന്ന രീതിയിലാണ് കൂടുതലും കാണിച്ചത്. കാരണം തങ്കമണി സംഭവം പ്രതീക്ഷിച്ച് വരുന്നവർക്ക് ഇത് എത്രത്തോളം ആ ഒരു സംഭവത്തിനെ കുറിച്ച് വെളിച്ചം വീശുമ്പോൾ വളരെ ഇൻ്റർവെൽ വരെ അവരുടെ ഒരു ഫാമിലി സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു നമ്മൾ കണ്ടുമടുത്ത പ്രമേയവും പരിപാടികളായിട്ട് പോയി. ഇൻ്റർവെല്ലിന് ശേഷം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയി നമ്മൾ ആ മെയിൻ സംഭവത്തിലേക്ക് വരുമെങ്കിലും അതും പെട്ടെന്ന് തന്നെ അതിൽ നിന്നും വഴിമാറി. അതിപ്പോൾ മാസമായിട്ടാണോ ഉദ്ദേശിച്ചതല്ല സോഷ്യൽ മെസ്സേജാണോ എവിടെ എത്താത്ത രീതിയിൽ ആ കഥയുടെ ഉദ്ദേശിച്ചതേ നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. ആ ഒരു പിന്നെ അവിടെ നടന്ന സംഭവം ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് ഇനിയും നീതി കിട്ടാത്ത കാര്യങ്ങളൊക്കെ. പക്ഷേ ഒരു സിനിമയായിട്ട് വരുമ്പോൾ ആൾക്കാരെ തീരെ എൻഗേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള
മേക്കിംഗ് ആയിരുന്നു. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഓരോ സീനിലും മൊത്തത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട്സ് വളരെ അരോചകമായി തോന്നി, ഹെവി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. പിന്നെ അതുപോലെ തന്നെ മേക്കപ്പ് ആ ഒരു കാലഘട്ടത്തെ ചിത്രീകരിക്കുന്നതിൽ ട്രൈ ചെയ്തെങ്കിലും വളരെ എടുത്തു നിൽക്കുന്നുണ്ടായിരുന്നു. നമുക്കറിയാം പീരിയഡ് ഡ്രാമകൾ വളരെ ബുദ്ധിമുട്ടാണ് സ്ക്രീനിൽ കാണിക്കാൻ. എന്ത് തന്നെയായാലും അങ്ങനെ എടുത്ത് വിജയിച്ച സിനിമകളും ആർട്ട് വർക്കിൽ വിജയിച്ച സിനിമകളും ഇതടുത്ത് നിൽക്കുമ്പോൾ തന്നെ ആ ലെവലിൽ അവർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരുന്നു തോന്നി. വളരെ നല്ലൊരു കഥാപരിസരം, കഥാതന്തു കിട്ടിയിട്ട് അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയില്ല എന്നാണ് തങ്കമണി കണ്ടത്. കൊള്ളാം, നല്ല കഥാപാത്രമാണ് ദിലീപേട്ടൻ്റെ. നടന്ന സംഭവങ്ങളൊക്കെ ഇതേപോലെ സിനിമയായിട്ട് വരുമ്പോഴാണ് അവിടെ ഇങ്ങനെ നടന്നിരുന്നില്ല. പിന്നെ ചില ലൊക്കേഷനുകൾ, ചില സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് ചില സിനിമകളിലൂടെയാണ്. അപ്പം അത് രസമാണ്, കാണാൻ രസമാണ്. ദിലീപേട്ടൻ്റെ പുതിയൊരു ക്യാരക്ടറാണ്, കണ്ടിരിക്കാം. ചില കഥാപാത്രങ്ങൾ ഇപ്പോൾ ചില സിനിമയിൽ ഉടനീളം നല്ലതാണെങ്കിൽ ചില കഥാപാത്രങ്ങളുടെ ഇതുകൊണ്ട് സിനിമയ്ക്ക് നമുക്കൊരു തോന്നാം. മേക്കിംഗ് എങ്ങനെയുണ്ടായിരുന്നു? മേക്കിംഗ് സൂപ്പറാ, പഴയകാലം കാണിക്കുന്നത് എങ്ങനെയുണ്ടായിരുന്നു? പഴയകാലം അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ദിലീപേട്ടൻ്റെ ആ ഒരു സ്ഥലത്തെ ആ ഒരു ലൊക്കേഷൻ ഭയങ്കര രസമായി, നല്ല ഗുഡ് ഫീലിംഗ് ആണ്. അതൊക്കെ നാട്ടിൻപുറം അങ്ങനെയുള്ള നായികമാരൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അതുപോലെ നമ്മുടെ ഈ തമിഴിൽ നിന്ന് കുറച്ച് നടിയും പിന്നെ നടന്മാരുണ്ടായിരുന്നല്ലോ, അവരൊക്കെ ഉണ്ടായിരുന്നു. എനിക്കതിൽ ദിലീപേട്ടൻ്റെ കഥാപാത്രം, അന്ന അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ഭയങ്കര ഇഷ്ടമായി. പക്ഷെ പോലീസ് ഓഫീസറായിട്ട് വന്ന ക്യാരക്ടറാണ് ഒരു ആക്ഷൻ, അതങ്ങാട് കറക്റ്റായിട്ട് വന്നില്ല. ഒരു പോലീസിനായിട്ട് ഒരു കഥാപാത്രം ക്യാരക്ടർ വന്നില്ല. അതാ പറഞ്ഞാലേ ഒരു സിനിമ ചെയ്യുമ്പോൾ ഒരുപാട് നല്ല കഥാപാത്രങ്ങളൊക്കെ പറയുമ്പോൾ ഒന്നോ രണ്ടോ കഥാപാത്രങ്ങൾ അതേപോലെ കഴിയുമ്പോൾ ആ സിനിമയ്ക്ക് മൊത്തം അത് ആക്ടിങ്, ആ ഒരു സിനിമ അങ്ങനെയാണ്. ഒരു കഥ പറയുമ്പോൾ ആ കഥയിൽ ഒരാൾക്കൊരു മിസ്റ്റേക്ക് വരിക, മൊത്തത്തിൽ ശ്രദ്ധിച്ചാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല പടം കണ്ടിരിക്കാം. ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. ഇപ്പോൾ പലരും ഒറിജിനൽ നടന്ന സംഭവം പറയുമ്പോൾ തള്ളു അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. സിനിമ കണ്ടിട്ട് ഫീലിംഗ് ആവുമല്ലോ. നമ്മൾ നടക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ റിയൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ സിനിമയായിട്ട് വരുമ്പോഴത്തേക്കും അത് ഭയങ്കര സമാനം. എൻ്റെ ലൈഫിൽ ഇപ്പോൾ മിക്ക സിനിമയിലും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എന്താ പറയുക, റിയൽ ലൈഫിൽ നിന്ന് എടുത്തിട്ടുള്ള കുറേ കാര്യങ്ങൾ അത് ഫീൽ ചെയ്യും. നല്ല സുഖം. വിജയമായിട്ട് പിന്നെ നായിക എന്തും ഒരു പോലീസുകാരൊക്കെ ഉണ്ട്, അത് ഒട്ടും ശരിയായിട്ടില്ല. ആവറേജ് പടം. തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട തങ്കമണി എന്ന ചിത്രം നമ്മുടെ കേരള മനസ്സാക്കി ഒരുപാട് ഞെട്ടിപ്പിച്ച സംഭവമാണ്. അപ്പോൾ ദിലീപേട്ടൻ എന്ന് പറയുന്ന നടൻ്റെ അതിശക്തമായിട്ടുള്ള റോളാണ് രതീഷ് രഘുനന്ദൻ എന്ന സംവിധായകൻ വളരെ ചിട്ടയായിട്ട് തന്നെ ഇത് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ അഭിനയിച്ച എല്ലാവരും നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ചെറിയ ഭാഗമാകാൻ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് സാധിക്കും. അതിന് എല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കുന്നു. റിയൽ ഇൻസിഡന്റ് ആണല്ലോ, അപ്പൊ അതെങ്ങനെ എടുത്തേക്കണത്, കാര്യങ്ങളൊക്കെ മേക്കിംഗ് കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ദിലീപിനെ കഥയാണോ നല്ലത്?